ഉത്തമനായ ശ്രീരാമചന്ദ്രൻ്റെ കഥ പറയുന്ന രാമായണം ആദികാവ്യമാണ്. വാൽമീകി മഹർഷിയാണ് രാമായണത്തിൻ്റെ രചയിതാവ് എന്നാണ് ലഭിച്ചിട്ടുള്ള രേഖകളിൽ നിന്നും അനുമാനിക്കുന്നത്. ഈ കവിയുടെ ജീവചരിത്രത്തെപ്പറ്റിയുള്ള പ്രാമാണികമായ തെളിവുകളുടെ അഭാവം ഉണ്ട് എന്നത് നിസ്തർക്കമാണ്. പാരമ്പര്യമനുസരിച്ച് അദ്ദേഹം ആദ്യം ഒരു കൊള്ളക്കാരനായിരുന്നു. എന്നാൽ സന്യാസം സ്വീകരിച്ച ശേഷം ദീർഘകാലത്തെ തപസ്സിനു ശേഷം അദ്ദേഹം രാമായണം രചിക്കാനുള്ള സാമർഥ്യം നേടിയെടുത്തു. അദ്ദേഹം ഒരു ശിവഭക്തനായിരുന്നു. ഇതു സംബന്ധിച്ച ആദ്യത്തെ പരാമർശം സ്കന്ദപുരാണത്തിലാണുള്ളത്. എന്നാൽ ഇതിൻ്റെ പ്രാചീനതയെക്കുറിച്ച് സന്ദേഹമുയർന്നിട്ടുണ്ട്. കാരണം സ്കന്ദപുരാണത്തിലെ കൂടുതൽ വിവരങ്ങളും 8-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളതാണ് എന്നതും ധാരാളം പ്രക്ഷിപ്തങ്ങൾ കലർന്നതുമാണെന്നതാണ്. പ്രാമാണിക രാമായണത്തിൽ യുദ്ധകാണ്ഡത്തിലെ ഫലശ്രുതിയിലല്ലാതെ ഒരിടത്തും വാൽമീകിയെക്കുറിച്ച് പ്രസ്താവമില്ല. എന്നാൽ പിന്നീട് എഴുതപ്പെട്ട രാമായണത്തിൽ ബാലകാണ്ഡത്തിലും ഉത്തരകാണ്ഡത്തിലും പ്രസ്താവങ്ങൾ കാണാം. കൂടാതെ മഹാഭാരതത്തിലും വാൽമീകിയെപ്പറ്റി സൂചനകൾ ലഭിക്കുന്നു. മഹാഭാരതത്തിലെ അനുശാസന പർവ്വതത്തിൽ ഒരു വാദത്തിൽ വാൽമീകിയെ ബ്രഹ്മഘ്നൻ എന്നാക്ഷേപിക്കുന്നുണ്ട്. വാൽമീകി കൊള്ളക്കാരനായിരുന്നു എന്ന കഥകൾ പ്രചരിപ്പിക്കാൻ ഈ അനുമാനമായിരിക്കണം എന്നു കാമിൻ ബുൽക്കെ അഭിപ്രായപ്പെടുന്നു. തൈത്തീര്യ പ്രാതിശാഖ്യത്തിൽ വൈയാകരണനായ ഒരു വാൽമീകി മഹർഷിയെപ്പറ്റി പറയുന്നു. ഇദ്ദേഹം ആദ്യ കവിയിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന് യാക്കോബിയും വെബറും അഭിപ്രായപ്പെടുന്നു. മഹാഭാരതത്തിലെ ഉത്തരപർവ്വതത്തിലെ സുവർണ വാൽമീകിയെപ്പറ്റി പറയുന്നുണ്ട്. സുവർണവംശം ക്ഷത്രിയമായിരുന്നതിനാൽ ആദികവിയും സുവർണ വാൽമീകിയും വ്യത്യസ്തരായിരിക്കണം. ബാലകാണ്ഡത്തിൻ്റെയും ഉത്തരകാണ്ഡത്തിൻ്റെയും രചനയോടെയാണ് ആദ്യ കവി വാൽമീകിയും മഹർഷി വാൽമീകിയും ഒന്നാണെന്ന ധാരണ പരക്കെ സ്വീകരിക്കപ്പെട്ടു തുടങ്ങിയത്. ബാലകാണ്ഡത്തിൻ്റെ പ്രാരംഭത്തിൽ വാൽമീകി നാരദനിൽ നിന്ന് രാമകഥ കേൾക്കുന്നതിനിടയാവുകയും പിന്നീട് രാമായണം എഴുതിയ ശേഷം ഗായകരായ തൻ്റെ 2 ശിഷ്യന്മാരോട് രാമകഥ പ്രചരിപ്പിക്കാൻ നിർദ്ദേശിച്ചതിനെയും സൂചിപ്പിച്ചിരിക്കുന്നു. ഉത്തരകാണ്ഡത്തിൽ സീതാപരിത്യാഗത്തിനു ശേഷം സീതയെ വാൽമീകി സംരക്ഷിക്കുന്നതിനെയും മറ്റും പറയുന്നു. ഉത്തരകാണ്ഡത്തിൽ വാൽമീകി താൻ പ്രജേതസിൻ്റെ 10ാമത്തെ പുത്രനാണെന്ന് പറയുന്നു. അനേകായിരം വർഷം അദ്ദേഹം തപസ്സു ചെയ്തിരുന്നുവെന്നും സൂചിപ്പിക്കുന്നു. എന്നാൽ ഉത്തരകാണ്ഡത്തിൻ്റെ രചയിതാവായി വാൽമീകി ഒരു കൊള്ളക്കാരനായിരുന്നു എന്ന കഥ സ്വീകാര്യമായിരുന്നില്ല എന്ന അനുമാനമാണ് ഇത് നൽകുന്നത്. ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ട് മുതൽ ആദി കവിയും വാൽമീകി മഹർഷിയും ഒന്നാണെന്നത് സർവസമ്മതമായി തുടങ്ങുകയും വാൽമീകിയെ രാമായണത്തിൻ്റെ സംഭവങ്ങളുടെ സമകാലീനാക്കി തീർക്കുകയും ചെയ്തു തുടങ്ങി. ഉത്തരകാണ്ഡത്തിൻ്റെ രചനാകാലത്ത് വാൽമീകിയും അയോധ്യയുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചു തുടങ്ങി. വാൽമീകിയെ ദശരഥൻ്റെ സുഹൃത്തായും ചിത്രീകരിച്ചിരിക്കുന്നു. പിൽക്കാലത്തെ പല രചനകളിലും വാൽമീകിയും ഭാർഗവ ച്യവന മഹർഷിയും ഒന്നാണെന്ന സങ്കല്പം പ്രചരിച്ചു തുടങ്ങി. ച്യവന മഹർഷി അനേകായിരം വർഷം തപസ്സിരുന്ന് ശരീരം മുഴുവൻ ചിതൽപുറ്റ് വന്ന് മൂടിയ കഥ വാൽമീകിയുമായി ബന്ധപ്പെടുത്തി കാണുന്നു. രാമായണത്തിൻ്റെ രചനാകാലത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ മിക്ക പണ്ഡിതന്മാരും ആദ്യ രാമായണത്തിനും
പ്രചാരത്തിലിരിക്കുന്ന വാത്മീകി രാമായണത്തിനും പ്രത്യേക രചനാകാലം നിർദ്ദേശിക്കുന്നു. വാത്മീകി എഴുതിയ രാമായണത്തിനും രണ്ടാമത്തേതിനും തമ്മിലുള്ള വളരെക്കാലത്തെ അന്തരം കാണുന്നുണ്ട്. ചെറുതും വലുതുമായ പ്രക്ഷിപ്തങ്ങൾ ഒഴിച്ചുള്ള പ്രചാരത്തിലിരിക്കുന്ന വാത്മീകി രാമായണത്തിൻ്റെ ആധുനിക രൂപം കുറഞ്ഞത് ക്രിസ്തുവർഷം 2-ാം ശതകത്തിലേതാണെന്നാണ് ഫാദർ കാമിയൻ ബുൽക്കെ അഭിപ്രായപ്പെടുന്നത്. കൂടുതൽ പേരും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു. ആദ്യ രാമായണത്തിൻ്റെ രചനാകാലത്തെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ തരുന്ന രേഖകൾ കുറവാണ്. ഋഗ്വേദത്തിലോ മറ്റു വേദങ്ങളിലോ രാമകഥയെപ്പറ്റി സൂചനകൾ ഇല്ല. രാമായണത്തിൽ മഹാഭാരത വീരന്മാരെ പറ്റിയും പരാമർശമില്ല. എങ്കിലും മഹാഭാരതത്തിൽ രാമകഥകൾ നിരവധി കാണപ്പെടുന്നുണ്ട്. തന്മൂലം രാമായണത്തിൻ്റെ രചനാകാലം വേദങ്ങൾക്കു ശേഷവും മഹാഭാരതത്തിന് മുൻപാണെന്നു എന്ന ധാരണ പണ്ടേ ഉണ്ടായിരുന്നു. പാണിനിയുടെ അഷ്ടാധ്യായിയിൽ മഹാഭാരതത്തിലെ മുഖ്യ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ഇല്ലെങ്കിലും താരതമ്യേന അപ്രധാനികളായ ശൂർപ്പണഖ, കൈകേയി, കൗസല്യ എന്നിവരെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇത് പാണിനിയുടെ കാലത്തും രാമായണം അല്ലെങ്കിലും രാമകഥ പ്രചരിച്ചിരുന്നതായി കണക്കാക്കുന്നു. ഒരു നൂറ്റാണ്ടിന് മുൻപ് മാത്രമാണ് പാശ്ചാത്യ ലോകത്ത് രാമായണം അറിയപ്പെട്ടു തുടങ്ങിയതെങ്കിലും ഇതിനകം അതിനെപ്പറ്റി വിവിധ പഠനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഇന്ത്യൻ ചരിത്രകാരന്മാരും പിന്നീട് രാമായണത്തെപ്പറ്റി ശാസ്ത്രീയമായി പഠിക്കാൻ ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ രാമായണം അതിപ്രാചീനമാണ് എന്ന അഭിപ്രായമായിരുന്നു. എങ്കിലും ഇന്ന് പണ്ഡിതരെല്ലാം തന്നെ ആദ്യ രാമായണം, അതായത് വാത്മീകി രാമായണ ഗ്രന്ഥത്തിനും ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന വാൽമീകി രാമായണത്തിനും പ്രത്യേക രചനാകാലം നിർദ്ദേശിക്കുന്നുണ്ട്. ആദ്യ രാമായണത്തിൽ ബൗദ്ധ സ്വാധീനങ്ങളോടെ ബൗദ്ധകഥകളോ ഒന്നും കാണാത്തതിനാലാണ് ഇത് ബുദ്ധന് മുൻപ് രചിക്കപ്പെട്ടതാണെന്ന് മോർണിയൻ വില്യംസ് അവകാശപ്പെടുന്നത്. എന്നാൽ ത്രിപിടകത്തിൻ്റെ രചനാകാലത്ത് രാമകഥയെപ്പറ്റിയുള്ള വ്യക്തമായ ആഖ്യാനങ്ങൾ നിലവിലുള്ളത് ഇതിനെ ഖണ്ഡിക്കാനായി C.V. വൈദ്യനും മറ്റും ഉപയോഗിക്കുന്നുമുണ്ട്. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായ പ്രകാരം കോസലദേശത്തെ നാടോടിപ്പാട്ടുകളാണ് രാമൻ്റെ കഥ. വാത്മീകി അവ ശേഖരിക്കുകയും മെച്ചപ്പെടുത്തുകയും ഒന്നിച്ച് ഒരു കാവ്യമാക്കുകയും ചെയ്തിരിക്കാനാണ് സാധ്യതയെന്ന് അവർ കരുതുന്നു. HD സങ്കല്യയുടെ അഭിപ്രായത്തിൽ വാത്മീകി രാമായണത്തിൻ്റെ രചനാകാലം 3-4 നൂറ്റാണ്ടാണ്. വിവരണങ്ങളിൽ ഉള്ള വെള്ളി, ഇരുമ്പ്, വീഞ്ഞ്, ഒട്ടകം, ആന എന്നിവയെ ആധാരപ്പെടുത്തിയാണ് അദ്ദേഹം ഈ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നത്. ലേഖനവിദ്യ കണ്ടുപിടിക്കുന്നതിന് മുൻപാണ് രാമായണം രചിക്കപ്പെട്ടത് എന്നൊരു വാദമുണ്ട്. രാമായണത്തിലെ പല കഥകളും ശ്ലോകങ്ങളും രാമായണ കഥ തന്നെയും മഹാഭാരതത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത് ഇതിന് തെളിവായി ഉന്നയിക്കപ്പെടുന്നു. രാമായണത്തിൽ ദക്ഷിണേന്ത്യ കൊടുംവനം ആണെന്നും അവിടെ വാനരന്മാരും ആദിവാസികളും മാത്രമേ താമസിക്കുന്നുള്ളൂ എന്നും പറയുമ്പോൾ മഹാഭാരതത്തിൽ ദക്ഷിണ ഭാരതത്തിലെ പല രാജ്യങ്ങളുടെയും പേരുകൾ പരാമർശിക്കുന്നു. അർജുനൻ പാണ്ഡ്യ രാജാക്കന്മാരെയും മറ്റും പരാജയപ്പെടുത്തിയ കഥ ഏറെ പ്രസിദ്ധമാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ രാമായണം ഭാരതത്തെക്കാളും ഏതാനും നൂറ്റാണ്ടുകൾ മുമ്പെങ്കിലും രചിക്കപ്പെട്ടതായിരിക്കണം. മഹാഭാരതത്തിൻ്റെ കാലം ക്രിസ്തുവിന് മുൻപ് 5-ാം നൂറ്റാണ്ടാണെന്ന് ഏകദേശം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വാത്മീകിക്ക് അക്കാലത്തെ ഭാരതീയ ഭൂമിശാസ്ത്രവും വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചും കാര്യമായ അറിവ് ഉണ്ടായിരുന്നില്ല എന്നതാണ് മേൽ പറഞ്ഞതിനു കാരണം എന്ന് വാത്മീകി രാമായണത്തിലെ ശ്ലോകങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഒരു ബൗദ്ധകൃതിയായ ദശരഥ ജാതകം മിക്കവാറും രാമായണത്തെ അനുവർത്തിക്കുന്നു. ക്രിസ്തുവിന് മുൻപ് 38-ലാണ് പാലി ഭാഷയിൽ എഴുതിയ ഈ കൃതി രചിക്കപ്പെട്ടത്. ക്രിസ്തുവിന് മുൻപ് 480-ൽ നിർമ്മിക്കപ്പെട്ട പാടലീപുത്ര എന്ന നഗരം വരെ കഥാകേന്ദ്രത്തിന് സമീപത്തുള്ള സ്ഥലമായിട്ട് കൂടി രാമായണത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല.
കഥാകേന്ദ്രമായ അയോധ്യ എന്നത് കാൽപ്പനികമായ ഒരു സ്ഥലമായിരിക്കണം ഇതിനു കാരണം. പിന്നീട് ഗുപ്തകാലത്ത് അയോധ്യ അന്വേഷിച്ച് നിരവധി പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും പാടലീപുത്രത്തിനടുത്തായിരിക്കണം എന്ന ഊഹത്തിലെത്തുകയായിരുന്നു. ഈ ബാലകാണ്ഡവും ഉത്തരകാണ്ഡവും പിന്നീട് കൂട്ടിച്ചേർത്തവയാണെങ്കിൽ കൂടി ആ കൂട്ടിച്ചേർക്കൽ ക്രിസ്തുവിന് മുൻപ് 2-ാം നൂറ്റാണ്ടിലെങ്കിലും നടന്നിരിക്കണം. കാരണം ക്രിസ്തുവിന് മുൻപ് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അശ്വഘോഷനും കാളിദാസനും എല്ലാം രാമായണത്തെ അതിൻ്റെ ഇന്നത്തെ രൂപത്തിൽ തന്നെയാണ് കണ്ടിരുന്നത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് രാമായണത്തിൻ്റെ കാലഘട്ടം ഏറ്റവും കുറഞ്ഞത് ക്രിസ്തുവിന് മുൻപ് 6-ാം നൂറ്റാണ്ടെങ്കിലും ആകണം എന്നാണ്. ആദി കവി വാത്മീകിക്ക് മുൻപേ തന്നെ രാമകഥ സംബന്ധിച്ച ആഖ്യാനകാവ്യം പ്രചരിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വാത്മീകി രാമായണം രചിച്ചു എന്ന് മിക്കവാറും എല്ലാ പണ്ഡിതരും ഏക അഭിപ്രായക്കാരാണ്. എന്നാൽ മൂലസ്രോതസ്സിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ ഭിന്നമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. ചരിത്രം എന്തു തന്നെയായാലും രാമായണ കഥ മാനവരാശിക്കുള്ളതാണ്. മനുഷ്യ സ്നേഹത്തിൻ്റെ കഥയാണ്, മനുഷ്യത്വത്തിൻ്റെ കഥയാണ്. ഒരു കുടുംബത്തിലുള്ളവർ എങ്ങനെയായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്നത് ഈ മഹത്തായ കൃതിയിൽ കാണാൻ കഴിയുന്നതാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇതിഹാസ കൃതിയായ രാമായണത്തെ 7 കാണ്ഡങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. 24,000 ശ്ലോകം ഉൾപ്പെടുന്ന ഈ മഹാകാവ്യത്തിൽ 7 കാണ്ഡങ്ങളാണ് ഉള്ളത്. 1 ബാലകാണ്ഡം, 2 അയോധ്യകാണ്ഡം, 3 ആരണ്യകാണ്ഡം, 4 കിഷ്കിന്ധകാണ്ഡം, 5 സുന്ദരകാണ്ഡം, 6 യുദ്ധകാണ്ഡം. പിന്നീട് വാത്മീകി തന്നെ എഴുതി ചേർത്തതാണ് ഉത്തരകാണ്ഡം. അങ്ങനെയാണ് മൊത്തത്തിൽ 7 അധ്യായങ്ങൾ, 7 കാണ്ഡങ്ങൾ ഈ രാമായണത്തിലുള്ളത്. 24,000 ശ്ലോകങ്ങളെ ഇത്തരത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത്. രാമായണം, രാമൻ്റെ അയനമാണ് രാമായണം, രാമൻ്റെ യാത്ര. ബാലകാണ്ഡത്തിൽ, രാമായണത്തിലെ ആദ്യ ഭാഗമായ ബാലകാണ്ഡത്തിൽ രാമായണ കഥയുടെ ഒരു സംക്ഷേപമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓരോ കാണ്ഡത്തിനെയും ഓരോ പല സർഗങ്ങളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. നമുക്ക് കഥയിലേക്ക് കടക്കാം. തപോനിഷ്ഠയിൽ ഏറ്റവും നിഷ്ഠയുള്ളവനും മഹാവിജ്ഞനും ശ്രീരാമനാമ ജപം കൊണ്ട് ദിവ്യ ബ്രഹ്മർഷിവര്യനുമായ ഭഗവാൻ വാത്മീകി അത്യുഗ്ര തപോ അനുഷ്ഠാനങ്ങളിൽ തൽപരനും വാഗ്മി വിജ്ഞന്മാരിൽ അഗ്രഗണ്യനുമായ ദേവർഷി നാരദനോട് ഒരിക്കൽ ചോദിച്ചു, മാമുനീന്ദ്ര, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ സൽഗുണങ്ങളെല്ലാം ഒത്തുചേർന്നിട്ട് ആരെങ്കിലുമുണ്ടോ? ധൈര്യം, വീര്യം, കൃതജ്ഞത, ധർമ്മജ്ഞാനം, സത്യം, നിയമാദികളിൽ അചഞ്ചല നിശ്ചയം, ഉത്തമ ജീവിതചര്യയിൽ ആസക്തി, സർവജീവജാലങ്ങളിലും കാരുണ്യം, അപാര വിജ്ഞാനം, സൽക്കാര്യങ്ങൾ, എന്തും ചെയ്യാനുള്ള കെൽപ്പ്, ഏതൊരുവൻ്റെയും കണ്ണിന് ആനന്ദമേകത്തക്ക മനോഹാരിത്വം, ആത്മപ്രഭാവം, കോപാദിഭാവങ്ങളെ ഒതുക്കുവാനുള്ള കഴിവ്, അസൂയ തുടങ്ങിയ ദുർഗുണങ്ങൾ ഇല്ലായ്മ, ശ്രീ, ക്ഷമ, ക്രോധാവിഷ്ടനായി ആയുധമെടുത്താൽ അമരന്മാർ പോലും, മഹാരഥത്വം മുതലായവയെല്ലാം ഒത്തുചേർന്ന മന്നവനെപ്പറ്റി കേൾക്കാൻ ആഗ്രഹം വളരെയുണ്ട്. മർത്യവംശത്തിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുണ്ടെങ്കിൽ അറിയുവാനുള്ള കഴിവ്
മഹർഷീന്ദ്രനായ അവിടുത്തേക്കല്ലാതെ മറ്റ് ആർക്കുണ്ട്? 3 ലോകങ്ങളിലും യഥേഷ്ടം അനേകം പ്രാവശ്യം സഞ്ചരിച്ച ദേവർഷി നാരദൻ വാത്മീകി മഹർഷിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അതിസന്തുഷ്ടനായി. കേട്ടാലും എന്നിങ്ങനെ തുടർന്നു: ഇത്രമാത്രം ഉത്തമ ഗുണങ്ങളൊത്ത ഒരു മനുഷ്യൻ വളരെ വിരളനാണ്. അങ്ങയാൽ സ്തുതിക്കപ്പെട്ട അത്രമാത്രം ശ്രേഷ്ഠതരങ്ങളാണല്ലോ. എൻ്റെ ഓർമ്മയിൽ ഇത്തരം സൽഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു വ്യക്തി മാത്രമേ കാണുന്നുള്ളൂ. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച ലോകപ്രശസ്തനായ ശ്രീരാമചന്ദ്രൻ. മനോനിയന്ത്രണം ചെയ്ത അദ്ദേഹം ധൈര്യം, വീര്യം, പൗരുഷം എന്നിവയുടെ ഇരിപ്പിടമാണ്. വാഗ്മിയായ ശ്രീരാമൻ മഹാബുദ്ധിമാനും നീതികളെല്ലാം അറിയുന്നവനും ശ്രീമാനും ശത്രുനാശകനുമാകുന്നു. വിസ്തൃതമായ നെറ്റിത്തടം, നീണ്ടതും വികസിച്ചതുമായ കണ്ണുകൾ, ഉയർന്ന തോൾ, നീണ്ട് ഉരുണ്ട കൈകൾ, ഒത്ത ഉയരം, വണ്ണം, ലക്ഷണങ്ങൾ ഒത്ത അവയവങ്ങൾ, ശ്രീയാർന്ന നടത്തം, വിശാലമായ മാറിടം, അജയ്യമായ പരാക്രമം, മനോഹര വർണ്ണം ഇവയെല്ലാം ആ മഹാപുരുഷനിൽ ഉള്ളവയാണ്. ശുഭലക്ഷണങ്ങളോടുകൂടിയ അംഗപ്രത്യങ്ങളൊത്ത ആ പ്രതാപി ധർമ്മജ്ഞനും സത്യസന്ധനും പ്രജകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സശ്രദ്ധം നോക്കുന്നവനും അനശ്വര യശസ്സാർജിച്ചവനും വിജ്ഞാനപരാംഗതനും ദേവദേവനായ വിധാതാവിന് തുല്യം ശ്രീമാനും സദ്യയുക്ത പ്രിയനും ശത്രുക്കളുടെ അന്തകനുമാകുന്നു. സകല ജീവ ലോകങ്ങളുടെയും രക്ഷകൻ, ധർമ്മത്തെ പരിരക്ഷിക്കുന്നവൻ, സ്വധർമ്മത്തെയും സ്വജനത്തെയും ശാസിക്കുന്നവൻ, വേദവേദാംഗത്വങ്ങളെല്ലാം അറിയുന്നവൻ, സർവശാസ്ത്രങ്ങളുടെയും മറുകര കണ്ടവൻ, വില്ലെടുത്തവരിൽ അദ്വിതീയൻ, അതിബുദ്ധിയും അമേയപ്രതിഭയുമൊത്തവൻ, സർവലോകത്തിനും പ്രിയമേകുന്നവൻ, ഒരിക്കലും ക്ഷീണം തട്ടാത്ത ആത്മചൈതന്യമാർന്നവൻ, സച്ചരിത വിചക്ഷണൻ, നദികൾക്കും സമുദ്രങ്ങൾക്കും പോലെ സജ്ജനങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളവൻ, ഏതൊരുവനെയും തുല്യമായി കാണത്തക്ക പുരുഷോത്തമൻ, ഏതൊരു ജീവിക്കും ദർശനമാത്രയിൽ തന്നെ പ്രിയമേകുന്നവൻ. ഇങ്ങനെ സർവഗുണസമ്പന്നനാണ് കൗസല്യാനന്ദനായ രഘുപതി തിലകൻ. ഗാംഭീര്യത്തിൽ സാഗരവും, സ്ഥൈര്യത്തിൽ ഹിമവാനും, വീര്യത്തിൽ വിഷ്ണുവും, സൗന്ദര്യത്തിൽ പൂത്തിങ്കളും, ക്രോധത്തിൽ കാലാഗ്നിയും, ക്ഷമയിൽ ഭൂമിയും, ദാനത്തിൽ ധനനാഥൻ കുബേരനും, സത്യത്തിൽ തുല്യധർമ്മവും ശ്രീരാമചന്ദ്രന് സദൃശ്യമായി പറയാം. ദശരഥ മഹാരാജാവിൻ്റെ സീമന്തപുത്രനായ ആ ഗുണസമ്പന്നനെ പ്രജാഹിതമറിഞ്ഞ് യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ നിശ്ചയിച്ചു. നാട്ടുകാരുടെ അഭിവൃദ്ധിയിലും ആനന്ദത്തിലും ആഗ്രഹമുള്ള മഹീപതി പട്ടാഭിഷേകത്തിനുള്ള സംരംഭങ്ങളെല്ലാം പെട്ടെന്ന് ഒരുക്കി. മന്നോർ മന്നൻ ദശരഥൻ്റെ പ്രിയപത്നി കൈകേയി അവയെല്ലാം കണ്ടപ്പോൾ പണ്ട് ലഭിച്ചിരുന്നതും ഭർത്താവിൽ തന്നെ ന്യാസമായി ഏൽപ്പിച്ചിരുന്നതുമായ വരങ്ങളെ യാചിച്ചു. ശ്രീരാമനെ വനത്തിലേക്ക് പറഞ്ഞയക്കുവാനും സ്വപുത്രനായ ഭരതനെ യുവരാജാവാക്കാനുമായിരുന്നു അഭ്യർത്ഥിച്ചത്. ധർമ്മപാശബന്ധിതനായ ദശരഥൻ സത്യവചനത്തെ പരിരക്ഷിക്കുന്നതിൽ സുസ്ഥിര നായകൻ പ്രിയസുതനെ പറഞ്ഞയച്ചു. കൈകേയിക്ക് പ്രിയമേകുന്ന പിതൃനിർദ്ദേശമനുസരിച്ച്
പ്രതിജ്ഞയെ സംരക്ഷിക്കുന്നതിൽ സുസ്ഥിരനായ ആ മഹാവീരൻ വനത്തിലേക്ക് പുറപ്പെട്ടു. സുമിത്രയുടെ പുത്രനും സഹോദര സ്നേഹത്തിൽ വിനയസമ്പന്നനും ഏറ്റവും പ്രിയനുമായ ലക്ഷ്മണൻ ജ്യേഷ്ഠനെ അനുഗമിച്ചു. ശ്രീരാമന്റെ പ്രാണപ്രിയപത്നി ഭർത്താവിൻ്റെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കുന്നവളായ ജനകരാജവംശത്തിൽ പിറന്ന ദേവമായയെപ്പോലെ സംഭൂതയും സർവലക്ഷണ സമ്പന്നയും നാരീരത്ന വധുക്കളിൽ ഉത്തമോത്തമയുമായ സീതാദേവിയാകട്ടെ ചന്ദ്രനെ രോഹിണീ നക്ഷത്രം പോലെ പിന്തുടർന്നു. പിതാവായ ദശരഥനാലും പൗരന്മാരാലും അല്പദൂരം അനുഗമനം ചെയ്യപ്പെട്ട കുമാരൻ ഗംഗാതീരത്തിലുള്ള ശൃംഗിവേരപുരത്തിൽ എത്തി. സാരഥിയെ പിന്മടക്കി നിഷാദരാജാവായ ഗുഹനെ സമീപിച്ചു. ആ ധർമ്മസ്വരൂപി സീതാലക്ഷ്മണന്മാരാൽ അനുഗതനായി ഗംഗാനദിയെ കടന്ന് വനത്തിൽ നിന്നും വീണ്ടും വനത്തിലേക്ക് യാത്ര തുടർന്നു. ഭരദ്വാജ മുനീന്ദ്ര നിർദ്ദേശമനുസരിച്ച് ചിത്രകൂടത്തിൽ പാർപ്പു തുടങ്ങി. ദേവഗന്ധർവതുല്യരായ ആ 3 പേർ അഭിരാമമായ ചിത്രകൂട പർവ്വതത്തിൽ സസുഖം വസിച്ചു. ആ കാലത്ത് പുത്രവിയോഗാധിയിൽ ദശരഥ മഹാരാജാവ് ദിവംഗതനായി. പുത്രനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് രാജാവ് മൃതനായപ്പോൾ ബ്രഹ്മർഷി വസിഷ്ഠൻ തുടങ്ങിയ ദിവ്യന്മാർ രാജ്യഭരണത്തിന് ഭരതനെ നിയോഗിച്ചുവെങ്കിലും മഹാശക്തനായ കുമാരൻ യുവരാജസ്ഥാനം നിരസിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ജ്യേഷ്ഠനെ പ്രസാദിപ്പിക്കുവാൻ കൊടും കാട്ടിലേക്ക് പോയി. സത്യപരാക്രമിയായ ശ്രീരാമചന്ദ്രന്റെ സവിധത്തിൽ ചെന്ന് അവിടുന്നാണ് യഥാർത്ഥത്തിൽ രാജാവ്, ധർമ്മജ്ഞനായ ജ്യേഷ്ഠൻ ആ സ്ഥാനം സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. അതിമഹത്തായ യശസ് സമാർജിച്ചവനും പരമോദാരനും മഹാബലവാനും സുകുമാരനുമായ ദാശരഥിയാകട്ടെ പിതൃവചനത്തെ മാനിച്ച് രാജ്യത്തെ നിരാകരിച്ച് സ്വപാതകങ്ങളിൽ രാജ്യത്തെ ന്യാസമാക്കി വെച്ച് അഗ്രജൻ അനുജനെ അയോധ്യയിലേക്ക് പറഞ്ഞയച്ചു. ആഗ്രഹം സഫലമായില്ലെങ്കിലും ശ്രീരാമപാദുകങ്ങളെ സാഷ്ടാംഗ പ്രണാമത്തോടെ സ്വീകരിച്ച ഭരതൻ നന്ദിഗ്രാമത്തിൽ അഗ്രജന്റെ വരവും പ്രതീക്ഷിച്ച് രാജ്യം രക്ഷയും ചെയ്ത് മുനി വൃത്തിയിൽ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. അനുജൻ പോയതിനു ശേഷം പ്രജകൾ വീണ്ടും വീണ്ടും വന്ന് വിഷമിപ്പിക്കുമെന്ന് വിചാരിച്ച് സത്യസന്ധനും ജിതേന്ദ്രനുമായ ശ്രീരാമചന്ദ്രൻ ഏകാഗ്ര ചിത്തനായി ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു. ആ ഘോരാരണ്യത്തിൽ എത്തിയ ഉടനെ വിരാധൻ എന്ന ഭയങ്കര രാക്ഷസനെ നിഗ്രഹിച്ചു. തുടർന്ന് ശരഭംഗൻ, സുധീഷ്ണൻ, അഗസ്ത്യൻ, അഗസ്ത്യ സഹോദരൻ എന്നീ മുനീന്ദ്രന്മാരെ ദർശിച്ചു. അഗസ്ത്യ ബ്രഹ്മർഷിയുടെ അരുളപ്പാട് പ്രകാരം ഇന്ദ്രദത്തമായ ചാപവും അവസാനിക്കാത്ത അമ്പുകളോടുകൂടിയ ആവനാഴിയും നിശിതമായൊരു വാളും ആ ആശ്രമത്തിൽ നിന്ന് സ്വീകരിച്ചു. അങ്ങനെ വനവാസികളോടുകൂടി വസിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ സമീപത്തിൽ മഹർഷി വര്യന്മാർ വന്ന് ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ നിഗ്രഹിക്കുവാൻ അഭ്യർത്ഥിച്ചു. ദണ്ഡകാരണ്യത്തിൽ താമസിക്കുന്നവരും അഗ്നി തുല്യരുമായ ഋഷി ശ്രേഷ്ഠന്മാരോട് രാക്ഷസവധം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്ത് രഘുവരന്റെ അടുക്കലേക്ക് ജനസ്ഥാനവാസിനിയും കാമരൂപിണിയുമായ ശൂർപ്പണക വരികയും വിരൂപിയാവുകയും ഉണ്ടായി. ആ ആരണ്യവാസികളായ 14,000 ഘോരരാക്ഷസന്മാരും അവരുടെ നായകന്മാരായ ത്രിശിരസ്, ദൂഷണൻ, ഖരൻ എന്നീ അമേയ ബലവാന്മാരും
അവളുടെ അപേക്ഷ പ്രകാരം യുദ്ധസന്നദ്ധരായി വന്നു. ശ്രീരാമൻ ഒറ്റയ്ക്ക് അവരെ മുഴുവൻ ഘോര യുദ്ധത്തിൽ നിഗ്രഹിച്ചു. ബന്ധുവധം കേട്ട രാവണൻ ക്രോധാന്ധനായി മാരീചൻ എന്ന രാക്ഷസനെ സഹായത്തിനു ക്ഷണിച്ചു. മാരീചൻ പലതരത്തിലും രാവണനെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. കാലപ്രചോദിതനായ ദശവദനൻ മാരീചനൊന്നിച്ച് ശ്രീരാമചന്ദ്രൻ വസിക്കുന്ന ആശ്രമത്തിൽ എത്തിച്ചേർന്നു. മാരീചന്റെ മായാവിദ്യയിൽ രഘുരാമൻ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. ആ സന്ദർഭത്തിൽ രാവണൻ സീതയെ അപഹരിച്ചു. ഖിദ്രരാജാവായ ജടായു രാവണനാൽ മൃതനായത് കാണുകയും മൈഥിലി അപഹൃതയായെന്ന് കേൾക്കുകയും ചെയ്ത ശ്രീരാമൻ ശോകാകുലനായി വളരെ വിലപിച്ചു. ജടായുവിനെ സംസ്കരിച്ച കുമാരന്മാർ സീതയെയും അന്വേഷിച്ച് നടക്കുമ്പോൾ വികൃതനും ഘോരദർശനനുമായ കബന്ധൻ എന്ന അസുരനെ കാണുകയും മഹാബാഹുവായ ദാശരഥി അവനെ നിഗ്രഹിക്കുകയും സ്വർഗപ്രാപ്തി ഏൽക്കുകയും ചെയ്തു. കബന്ധന്റെ നിർദ്ദേശമനുസരിച്ച് ശബരിയാശ്രമത്തിലേക്കാണ് കുമാരന്മാർ പോയത്. ധർമ്മചാരിണിയും മഹാതപസ്വിനിയുമായ ശബരിയുടെ പൂജ സ്വീകരിച്ച പരന്തപൻ പമ്പാതീരത്തിൽ ചെന്നെത്തുകയും ഹനുമാനെ കാണുകയും ആ വാനരപ്രമുഖന്റെ അഭ്യർത്ഥന അനുസരിച്ച് സുഗ്രീവനോടുകൂടി അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്യുകയും അതുവരെയുള്ള സ്വവൃത്താന്തങ്ങൾ പരസ്പരം അറിയിക്കുകയുമാണ് ഉണ്ടായത്. വാനര രാജാവായ ബാലിയോടുള്ള വൈരാഗ്യം നിമിത്തം വ്യസനസമേതം സുഗ്രീവൻ ശ്രീരാമനെ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയിച്ചു. ബാലിയെ നിഗ്രഹിക്കാമെന്ന് ദാശരഥി സത്യം ചെയ്തു. അമേയ ബലവാനാണ് ബാലി. ശ്രീരാമനെ കൊണ്ട് വാനര രാജാവിനെ വധിക്കുവാൻ സാധിക്കുമോ എന്ന് പോലും സുഗ്രീവൻ സംശയിച്ചു. രഘുപതിയുടെ കരബലം പ്രത്യക്ഷമായി കണ്ട് വിശ്വസിക്കുവാൻ ആഗ്രഹിച്ച സുഗ്രീവൻ മാമല തുല്യം കിടക്കുന്ന ദുന്ധുബിയുടെ ഉത്തമാംഗത്തെ കാണിച്ചു കൊടുത്തു. മഹാശക്തനായ മഹാബാഹു മന്ദഹാസത്തോടെ ആ അസ്ഥികൂടത്തെ പാദാങ്കുഷ്ടം കൊണ്ട് 10 യോജന ദൂരത്തേക്ക് എറിഞ്ഞു വീഴ്ത്തി. തുടർന്ന് ഒരൊറ്റ ബാണത്താൽ സപ്തസാലങ്ങളെയും ഗിരികർത്തങ്ങളെയും ഭേദിച്ച് ആ അസ്ത്രം രസാതലം വരെ ആഴുക കൂടി ചെയ്തപ്പോൾ പരിപൂർണ വിശ്വാസം സുഗ്രീവനുണ്ടായി. സന്തുഷ്ടനായ വാനരേന്ദ്രൻ ശ്രീരാമനോടൊന്നിച്ച് കിഷ്കിന്ധയിലെ ഗുഹാദ്വാരത്തിലെത്തി. സിംഹനാദത്തോടെ ബാലിയെ പോരിന് വിളിച്ചു. സുഗ്രീവന് അതിശക്തനായ സഹായി ഉണ്ടെന്നുള്ള താരയുടെ ഉപദേശത്തെ സ്വീകരിക്കാതെ യുദ്ധത്തിനായി അടുത്ത ബാലിയെ നിഹനിക്കുവാൻ രാമബാണം ഒന്നു മാത്രമേ വേണ്ടുവന്നുള്ളൂ. സുഗ്രീവൻ വാനര ചക്രവർത്തിയായി. കപീന്ദ്രനായ സുഗ്രീവൻ പടകളെയെല്ലാം വരുത്തി സീതാ സന്ദർശനാർത്ഥം 4 ഭാഗങ്ങളിലേക്കും വാനര പ്രമുഖന്മാരെ അയച്ചു. ഖിദ്ര രാജാവായ സമ്പാദിയുടെ വാക്കുകൾ കേട്ട് 100 യോജന വിസ്താരമുള്ള ദക്ഷിണ മഹാസാഗരം ഹനുമാൻ ചാടിക്കടന്ന് ലങ്കാപുരിയിലെത്തി. രാവണനാൽ പരിപാലിക്കപ്പെടുന്ന ലങ്കാരാജ്യത്തിലെ അശോകവനികാ മധ്യത്തിൽ ശ്രീരാമനെ ധ്യാനിച്ചിരിക്കുന്ന ജാനകിയെ കണ്ടു. ഹനുമാൻ സീതയോട് വർത്തമാനങ്ങൾ അറിയിച്ചു. അഭിജ്ഞാനത്തിന് അടയാളത്തിനായി കൊടുത്ത മുദ്രമോതിരം സമർപ്പിച്ചു. ദേവിയെ സമാശ്വസിപ്പിച്ചു. തോരണത്തെ തകർത്ത് പഞ്ചസേനാപതികളെയും 7 മന്ത്രിപുത്രന്മാരെയും ശൂരനായ അക്ഷകുമാരനെയും നിഗ്രഹിച്ചു. ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിതനായെങ്കിലും പിതാമഹ വരത്താൽ ആ ദിവ്യാസ്ത്രത്തിൽ നിന്ന് താൻ മുക്തനാണെന്ന് ഓർമ്മ വന്നുവെങ്കിലും
അസുരന്മാരുടെ അധീനതയിലായ മട്ടിൽ രാവണ സമീപത്തിൽ എത്തുകയും രാക്ഷസ ചക്രവർത്തിയെ താക്കീത് ചെയ്യുകയും ലങ്കാനഗരിയെ മുഴുവൻ അഗ്നിക്ക് ഇരയാക്കുകയും മഹാവർണം ചാടി ശ്രീരാമ സമീപത്തിലെത്തി പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് സീതയെ കണ്ടു എന്ന് അറിയിക്കുകയും ചെയ്തു. ഇക്ഷ്വാകുകുല നന്ദനൻ ശ്രീരാമൻ സുഗ്രീവ സന്നിഹിതനായി സമുദ്രതീരത്തിലെത്തി ആ ദിവ്യ തുല്യ ശരങ്ങളാൽ ആഴിയെ ക്ഷോഭിപ്പിച്ചു. ഭീതനായ വരുണൻ സ്വരൂപത്തിൽ വന്ന് സേതുബന്ധനം ചെയ്യുവാൻ സമ്മതിച്ചു. കപിപ്രമുഖനായ നളൻ ചിറകെട്ടി. വാനര സൈന്യങ്ങളൊത്ത് ലങ്കാനഗരിയിലെത്തിയ ശ്രീരാമചന്ദ്രൻ ഘോരയുദ്ധത്തിൽ രാവണനെ വധിച്ചു. ലജ്ജാവതീമുഖിയായ സീതാദേവിയോട് ജനമധ്യത്തിൽ നിന്ന് പരുഷവാക്കുകളാണ് കേട്ടത്. അഗ്നികുണ്ഡത്തിൽ സതീരത്നമായ മൈഥിലി ചാടുകയും യാതൊരുവിധ കളങ്കവും ഇല്ലാത്തവളാണ് ദേവി എന്ന് അഗ്നിദേവൻ പറയുകയും സന്തുഷ്ടനായ രഘുവരൻ സീതയെ സ്വീകരിക്കുകയും ചെയ്തു. സർവദേവന്മാരും പ്രത്യക്ഷമായി പൂജിച്ചു. അതിമഹത്തായ കർത്തവ്യങ്ങളെ കൊണ്ട് ത്രൈലോക്യത്തിലെ ചരാചരങ്ങൾ മുഴുവൻ സന്തുഷ്ടരായി. ദേവന്മാരും ഋഷിവരന്മാരും രാഘവനെ സ്തുതിച്ചു. രാക്ഷസ ചക്രവർത്തിയായി വിഭീഷണനെ അഭിഷേകം ചെയ്തു. ദേവേന്ദ്രന്റെ അനുഗ്രഹപ്രകാരം എല്ലാ വാനരന്മാരും മരിച്ചവരും അംഗഭംഗങ്ങൾ വന്നവരും പൂർവാധികം ബലരൂപശാലികളായി. കൃതകൃത്യനായ ശ്രീരാമൻ പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. സപത്നീകരനായ വാനരവൈര്യന്മാരോടും വിഭീഷണാദി രാക്ഷസേന്ദ്രന്മാരോടും കൂടി ഭരദ്വാജാശ്രമത്തിൽ എത്തിയ സത്യപരാക്രമി രാമദേവൻ ഭാരത സമീപത്തേക്ക് ആദ്യം ഹനുമാനെയാണ് അയച്ചത്. ദിവ്യവിമാനത്തിൽ തന്നെ സുഗ്രീവ സന്നിഹിതനായി നന്ദിഗ്രാമത്തിലെത്തിയ രഘുരാമൻ സഹോദരന്മാരോടൊന്നിച്ച് ജഡാവൽക്കങ്ങളെ ഉപേക്ഷിച്ച് സീതാസമേതനായി സിംഹാസാരോഹണം ചെയ്തു. ശ്രീരാമചന്ദ്രന്റെ പരിപാലനത്തിൽ രാജ്യം അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയർന്നു. പ്രജകളെല്ലാം സന്തുഷ്ടരായി. ഒരിടത്തും രോഗാദി ദുഃഖങ്ങളില്ല. എല്ലാവരും ആരോഗ്യ ദൃഢഗാത്രന്മാർ. ബാലമരണം രാമരാജ്യത്തിലില്ല. വിധവകൾ ഒരിടത്തുമില്ല. സ്ത്രീരത്നങ്ങൾ പതിവ്രതകളാണ്. അഗ്നിഭയമോ വെള്ളപ്പൊക്കമോ എവിടെയുമില്ല. കൊടുങ്കാറ്റ് തുടങ്ങിയവ എവിടെയുമില്ല. വൈദാഹാദികൾ ഒരുവർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ചോരന്മാരെ ഒരിടത്തും കാണുകയേയില്ല. നഗരങ്ങളും രാഷ്ട്രങ്ങളും ധനധാന്യങ്ങളാൽ സമൃദ്ധമായി. സർവജനങ്ങളും കൃതയുഗത്തിലെന്ന പോലെ പ്രഹൃഷ്ടരായി. 100 അശ്വമേധയജ്ഞം നടത്തുന്ന ശ്രീരാമൻ അനേകം സ്വർണനാണ്യങ്ങളെയും കോടിക്കണക്കിന് പശുക്കളെയും ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്ക് ദാനം ചെയ്തു. അവസാനം ബ്രഹ്മലോകത്തേക്ക് പോവുകയും ചെയ്തു. സദ്ഗുണ സമ്പൂർണങ്ങളായ അനേകം രാജവംശങ്ങളെ സ്ഥാപിക്കും. ബ്രാഹ്മണാദി ചാതുവർണ്ണ്യങ്ങളെ സ്വകർമ്മങ്ങളിൽ സുസ്ഥിരരാക്കും. ഇങ്ങനെ 11,000 സംവത്സരം നാടും നന്നായി ഭരിച്ച രഘുപതി ബ്രഹ്മലോകത്തേക്കാണ് ഗമിക്കുക. ഈ പാവന ചരിത്രം പാപങ്ങളെ നശിപ്പിക്കുക മാത്രമല്ല, പുണ്യ സംവർദ്ധകവും ദേവതുല്യവുമാണ്. ശ്രീരാമചരിതം ഏതൊരുവനാണോ പാരായണം ചെയ്യുന്നത് അവൻ സർവപാപങ്ങളിൽ നിന്നും മോചിതനാകും.